തൃശൂർ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്ന് പണവുമായി കടന്നുകളഞ്ഞയാളെ പിടികൂടാൻ കഴിയാതെ പോലീസ്. സംഭവം നടന്നിപ്പോൾ 17 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. മോഷ്ടാവ് എറണാകുളം ജില്ല വിട്ടുപോയിട്ടുണ്ടാവില്ല എന്ന നിഗമനത്തിലാണ് പോലീസ്. അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ വിപുലമായ പരിശോധനയാണ് ഇപ്പോൾ പോലീസ് സംഘം നടത്തുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, പട്ടാപ്പകൽ നടത്തിയ ഒരു കൊള്ള, അതും ഒരു സ്കൂട്ടറിൽ വന്ന് ഒരാൾ 3 മിനിറ്റിനകം കൊള്ള നടത്തി ഇറങ്ങിപ്പോകുന്നു. അയാൾ 17 മണിക്കൂർ കഴിഞ്ഞിട്ടും പിടിയിലായില്ലെങ്കിൽ അത് പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നത്? എന്തൊക്കെയാണ് പോലീസിന്റെ സംശയങ്ങൾ? ശ്രീജ, ഇപ്പോഴും ഒരു വ്യക്തതയിലേക്ക് പോലീസ് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ഈ അക്രമിയെക്കുറിച്ച് അല്ലെങ്കിൽ മോഷണം നടത്തിയ ആളെക്കുറിച്ച് സൂചനകൾ അതെല്ലാം തന്നെ പോലീസ് പറയുന്നുണ്ടെങ്കിലും വ്യക്തമായൊരു ചിത്രത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ വന്ന വാഹനം അത് സ്കൂട്ടർ ആണെന്ന് പറയുന്നതിനപ്പുറം അതിൻ്റെ ഒരു നമ്പർ ട്രാക്ക് ചെയ്യാൻ പോലും സാധ്യമായിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. ഇയാൾ ഹിന്ദി സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു. അത് മനഃപൂർവ്വം ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാനാവാം. ഇതിനപ്പുറത്തേക്കൊന്നും പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. ബാങ്കിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരാൾ എന്ന് പറയുന്നു. ഇങ്ങനെ ഈ സംശയങ്ങളുടെ ഈ കാര്യങ്ങളിൽ തന്നെയാണ് പോലീസ് ചുറ്റിത്തിരിയുന്നത്. ഈ മോഷണം നടത്തിയാൽ എറണാകുളത്തേക്ക് വന്നു എന്നതിനെ സംബന്ധിച്ച് അങ്കമാലിയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ മാത്രമേ തെളിവുള്ളൂ. ഇപ്പോഴും എറണാകുളത്തേക്ക് വന്നു എന്ന് പറയുമ്പോൾ പോലും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച പൂർണ്ണതയിലേക്ക് പോകാൻ, വ്യക്തമായൊരു ദിശയിലേക്ക് പോകാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഇപ്പോൾ 17 മണിക്കൂറുകളാവും പിന്നിടുകയും ചെയ്യുന്നു. ഇപ്പോൾ പോലും ഒരു കൃത്യതയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ബലപ്പെടുകയാണ്. ഇയാളെക്കുറിച്ച് സൂചനകൾ എന്ന് പറയുമ്പോഴും അത് ഏത് രീതിയിലാണ് എന്നത് സംബന്ധിച്ച ഒന്നും തന്നെയും പോലീസ് ഒന്നുകിൽ പുറത്തേക്ക് വിടുന്നില്ല, അല്ലെങ്കിൽ പോലീസിന് വ്യക്തമായിട്ടില്ല എന്ന് തന്നെയാണ്. ഇയാൾക്കായുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഏതായാലും ഈ അന്വേഷണം തുടരുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും പോലീസിന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നില്ല. ഇന്നലെ വ്യാപകമായ രീതിയിലുള്ളൊരു പരിശോധനകൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് ഈ എറണാകുളം മേഖലയിൽ, അതായത് റൂറൽ പോലീസിന്റെ ലിമിറ്റിൽ വരുന്ന അങ്കമാലിയിലും ആലുവയിലും പെരുമ്പാവൂരും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു അന്വേഷണം നടന്നിരുന്നു. പക്ഷേ എവിടേക്കും അത് എത്തിയിട്ടില്ല എന്നതാണ്. ആദ്യഘട്ടത്തിൽ പോലീസ് സംശയിച്ചിരുന്നത് മറ്റാരെങ്കിലും, ഇതര സംസ്ഥാനക്കാരായ ആരെങ്കിലും ആയിരിക്കുമോ ഇതിന്റെ പിന്നിൽ എന്നെല്ലാം ഒരു സംശയമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മറ്റൊന്നും സംസാരിക്കാതെ 2 ഹിന്ദി വാക്കുകൾ മാത്രം സംസാരിച്ചുകൊണ്ട് ഇയാൾ ഈ കൃത്യം നടത്തി മടങ്ങുകയും ചെയ്തു. അത് വന്ന ദിശ എന്ന് പറയുന്നത് അങ്കമാലിയിലേക്കും ഈ ഭാഗത്തേക്കെല്ലാമാണ്. പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളും മറ്റുമുള്ള ഈ മേഖലകളിലേക്ക് കേന്ദ്രീകരിച്ച് വന്നതോടെ ആ രീതിയിലുള്ള ഒരു അന്വേഷണമുണ്ടായി. പക്ഷെ അപ്പോഴും ഈ ബാങ്കിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരാൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നതോടുകൂടി ഇത് തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത്തരമൊരു ശ്രമങ്ങൾ ഉണ്ടായതെന്ന് പോലീസിന് സംശയം ബലപ്പെടുകയായിരുന്നു. ബാങ്കിലേക്ക് വന്ന് ഏതാണ്ട് 2.5 മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിച്ച് ഈ പണവും എടുത്ത് ഇയാൾ മടങ്ങുന്ന ആ രീതി വന്നിരിക്കുന്നു. ഒപ്പം മറ്റൊന്ന്, ഈ സമയത്ത് അവിടെ പുറമേയുള്ള CCTVകൾ അതിൽ നിന്ന് ഒന്നും ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നില്ല. പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ പറയുന്നത് ആ മേഖലയിൽ കുറേ സമയം വൈദ്യുതി നിലച്ചിരുന്നു എന്നതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആസൂത്രിതമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളും ആ സംശയങ്ങളും എല്ലാം തന്നെ ഉയരുന്നുണ്ട്. മറ്റൊന്നും ഇതിൽ അയാൾക്കൊരു സഹായം, പ്രത്യേകിച്ച് ഈ ബാങ്ക് നടക്കുന്ന സമയം, ഈ ബാങ്കിൻ്റെ ഒരു ലഞ്ച് ബ്രേക്ക് ആ സമയത്താണ് ഇയാൾ കൃത്യമായിട്ട് എത്തിയത്. അതിനകത്ത് ആളുകൾ കുറവായിരുന്നു. ആകെ 7 സ്റ്റാഫോളം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ക്യാഷ് കൗണ്ടറിന് അടുത്ത ഒരു പ്യൂൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ, ഈ ആളുകൾ കുറവായ കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾക്ക് അനുകൂലമാവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഒന്നുകിൽ വളരെ ദിവസങ്ങളെടുത്ത കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച ഒരാൾ തന്നെയാണ് ഇതിനകത്തേക്ക് എത്തിയിട്ടുണ്ടാകുക എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആരെങ്കിലും അയാൾക്കൊപ്പം ഉണ്ടായിരിക്കാം എന്ന് പോലീസ് സംശയിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് ഇയാൾ വന്ന് കടന്നു പോവുകയും എല്ലാം തന്നെ ചെയ്തു. നമുക്കറിയാം, നമ്മളൊരു ATM കൗണ്ടറിനകത്ത് കടന്നു പോകുന്ന ഒരു സമയം അതേ ലാഘവത്തോടു കൂടിയാണ് ഒരു ബാങ്ക് കൊള്ളയടിച്ച ഒരാൾ കടന്നു പോയിരിക്കുന്നത്. ഒപ്പം ഈ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന 45 ലക്ഷത്തോളം രൂപ അവിടെ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇയാൾ വന്ന് കസേരയെടുത്ത ചില്ല് അവിടെ അതിനുശേഷം
പണം എടുത്തുകൊണ്ട് ഇയാൾ മടങ്ങുന്നു. അതിൽ ആവശ്യത്തിന് പണം അല്ലെങ്കിൽ അയാൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ളൊരു പണം എടുത്തുകൊണ്ട് പോകുന്നു. സാധാരണ മോഷ്ടാക്കൾ അനുവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് പോലും അയാൾ പോവുകയുമില്ല. വളരെ പെട്ടെന്ന് അവിടുന്ന് മടങ്ങുകയും ചെയ്യുന്നു. പിന്നീട് അയാളെക്കുറിച്ചൊരു വിവരവുമില്ല. പിന്നീട് CCTV ദൃശ്യങ്ങളിൽ അങ്കമാലി ഭാഗത്ത് വെച്ച് അയാൾ കണ്ടുവെന്ന് പറയുന്നത് മാത്രമാണുള്ളത്. അപ്പോൾ ഈ അനുമാനങ്ങളിൽ നിന്ന്, ഇത്തരം സൂചനകളിൽ നിന്നുകൊണ്ടുമാണ് പോലീസിന്റെ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കൃത്യമായൊരു ദിശയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ മോഷണം നടത്തിയ ഒരാളിലേക്ക് കൃത്യമായി സഞ്ചരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല. അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. 17 മണിക്കൂർ പിന്നിടുമ്പോഴും പോലീസ് ചുരുക്കത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ്. പട്ടാപ്പകൽ നടന്നൊരു കൊള്ള, അതും സിനിമ തിരക്കഥയെ വെല്ലുന്ന രീതിയിൽ അകത്തേക്ക് കയറി ചെല്ലുന്നു, രണ്ടുപേരെ പൂട്ടിയിടുന്നു, പൈസ എടുക്കുന്നു, ഇറങ്ങിപ്പോകുന്നു, 3 മിനിറ്റിൽ എല്ലാം കഴിയുന്നു, എന്നിട്ട് സ്കൂട്ടറിൽ രക്ഷപ്പെടുന്നു. ആ ഒരു സംഭവത്തിൽ ഇതുവരെയും ഈ പ്രതി എവിടെ എന്നുള്ള രീതിയിൽ ഒന്നിലേക്കും എത്താൻ പോലീസിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് സമ്മർദ്ദത്തിലാണ്. വളരെ വിശദമായ തെരച്ചിൽ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട്.